ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷമാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷത്തിൽ എന്താ പറയുക, എല്ലാവരും ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാവരും സച്ചിനെയും രേവതിനെയും പറ്റി രണ്ട് വാക്ക് പറയുമ്പോൾ എല്ലാവരും, അതായത് ശ്രുതിയും ഒക്കെ വർഷയൊക്കെ സച്ചിനെ നെഗറ്റീവായിട്ട് രേവതി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് സച്ചിനും രേവതിയെ പറ്റി നല്ല അഭിപ്രായമാണ്, ശ്രീകാന്ത് രവീന്ദ്രൻ നല്ല അഭിപ്രായമാണ്. അതുപോലെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചന്ദ്രമതിയോട് സച്ചിയെ പറ്റി രണ്ട് വാക്ക് പറയാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചിയുടെ മനസ്സിലുള്ള ഒരു സന്തോഷം, അമ്മ എന്താ എന്നെ പറ്റി പറയേണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷ സച്ചിയുടെ മുഖത്ത് കണ്ട്. ഇതിൻ്റെ ഇടയിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നേക്കണം വർഷയുടെ അമ്മ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. വർഷയുടെ അമ്മ 2 വള കൊടുത്തിട്ട് രേവതിക്ക് കൊടുക്കുകയാണ്. രേവതി ഇത് എൻ്റെ വക ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ രേവതിയോട് സച്ചി പറയണു അത് മേടിക്കരുതെന്നും രേവതി ആ വള മേടിച്ചിട്ട് പറയണു താങ്ക്സ് ഉണ്ട് എന്ന് പറയും. താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് രേവതി ആ വള മേടിച്ചിട്ട് നേരെ വർഷയെ വിളിച്ചിട്ട്, അപ്പോൾ രേവതിയോട് പറയണത് വള കയ്യിലിടുക. അപ്പോൾ രേവതി വർഷയെ വിളിച്ചിട്ട് ആ വള വർഷയുടെ കയ്യിലിട്ട് കൊടുക്കുകയാണ്. ഇത് ഇവളുടെ കയ്യിൽ നല്ല ഭംഗിയുണ്ട് ആൻറ്റി, എനിക്ക് സ്വർണ്ണത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല, എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ വാങ്ങി തന്നൊരു മാലയുണ്ട്, ഇത് ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി ഒരു ഉത്തമയായ ഭാര്യയായിട്ടാണ് അവിടെ പെരുമാറുന്നത്. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും കേക്ക് മുറിക്കലും കേക്ക് കട്ടിയിലും അങ്ങനെ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ കടന്നു പോകുന്നത്. അപ്പോൾ ശരത്ത് വരും തന്നെയാണ് പ്രതീക്ഷ, പക്ഷേ അതുവരെ എൻഡിങ് വരെ ശരത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ എപ്പിസോഡ് ഇന്നത്തെ ചെമ്പനീർപ്പൂ. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് തിരിപ്പിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ കഥയായിട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്